കാത്തിരിപ്പിനും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 12ാം എഡിഷന് ഫെബ്രുവരി 14-ന് തുടക്കമാകുകയാണ്. പതിവ് രീതിയിൽ നിന്ന് വലിയ മാറ്റങ്ങളോടെയാണ് ഇത്തവണ ISL നടക്കുന്നത്. തട്ടിക്കൂട്ടായാണ് ലീഗ് നടക്കുന്നത് എന്ന് തന്നെ പറയാം. എങ്കിലും ഇന്ത്യൻ ഫുട്ബോളിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫുട്ബോൾ ആരവം ഉയരുന്നതിന്റെ സന്തോഷത്തിലാണ് രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ. എന്നാൽ ഇതിനിടയിലും മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക്, പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇതിൽ സന്തോഷിക്കാനൊന്നുമില്ല എന്നതാണ് സത്യം. വിദേശ താരങ്ങൾ ഒരാൾ പോലും ഇല്ലാതെ ക്ലബിൽ നിന്നും പടിയിറങ്ങിയ ശേഷം ഞെട്ടിക്കുന്ന വാർത്ത കേട്ടാണ് ഇന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉണർന്നെണീറ്റത്. മലയാളി സൂപ്പർ താരങ്ങളും സഹോദരങ്ങളുമായ മുഹമ്മദ് അസ്ഫറും മുഹമ്മദ് ഐമനും ക്ലബ്ബ് വിട്ട വാർത്തയായിരുന്നു അത്. ISL ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഈ പടിയിറക്കം. കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ അക്കാദമിയിലൂടെ വളർന്നു വന്ന ഇരട്ട സഹോദരങ്ങളാണ് ഐമനും അസ്ഫറും. പരസ്പര ധാരണയോടെയാണ് താരങ്ങളെ റിലീസ് ചെയ്യാൻ ക്ലബ്ബ് തീരുമാനിച്ചത്. കരിയറിൽ കൂടുതൽ അവസരങ്ങൾ തേടിയും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനുമാണ് ഈ യുവതാരങ്ങൾ ക്ലബ്ബ് വിടുന്നത്. താരങ്ങളുടെ വളർച്ചയിൽ അഭിമാനമുണ്ടെന്നും അവരുടെ ഭാവി ഉദ്യമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതായും ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയിലേക്കാണ് ഇരുവരും കൂടുമാറ്റം നടത്തിയിരിക്കുന്നത്. മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലക സംഘത്തിലെ പ്രധാനിയായിരുന്ന തോമസ് ഷോർസ് ഇപ്പോൾ ഡൽഹിക്കൊപ്പമാണ്. തങ്ങളുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പരിശീലകനൊപ്പം വീണ്ടും ചേരാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്നത്. 2023-ൽ ഐമന്റെയും അസറിന്റെയും കരാർ 2025-26 സീസൺ വരെ പുതുക്കി നൽകിയിരുന്നു. ഈ കരാർ അവസാനിച്ചതോടെയാണ് കൂടുമാറ്റം. ഭാവിയിൽ കൊമ്പന്മാരുടെ പോസ്റ്റർ ബോയ്കളായി കണ്ടിരുന്ന ഇരുവരുടെയും പടിയിറക്കം വേദനയോടെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാണുന്നത്. വിദേശ താരങ്ങളുടെ അഭാവത്തിൽ ഈ സീസണിൽ ഇരുവരും നിർണായക സാന്നിധ്യമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ഈ വാർത്ത വരുന്നതിന് തൊട്ടു മുൻപാണ് ബ്ലാസ്റ്റേഴ്സിൽ ശേഷിച്ചിരുന്ന 2 വിദേശ താരങ്ങളുടെയും പടിയിറക്കം മാനേജ്മെന്റ് ഔദ്യോഗികമായി അറിയിച്ചത്. കോൾഡോ ഒബിയേറ്റയും ദുഷാൻ ലാഗറ്ററുമാണ് അവസാനമായി ക്ലബ്ബ് വിട്ടത്. ഇരു താരങ്ങളുമായുള്ള കരാർ പരസ്പര ധാരണയോടെ അവസാനിപ്പിച്ചതായി ക്ലബ് ഔദ്യോഗികമായി അറിയിച്ചു. സൂപ്പർ കപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച താരം കൂടിയായിരുന്നു ഒബിയേറ്റ. ഇവർക്കും ഏറെ മുമ്പ് അഡ്രിയാൻ ലൂണ, നോവ സദോയി, ടിയാഗോ ആൽവസ്, യുവാൻ എന്നീ സൂപ്പർ വിദേശി താരങ്ങളും ക്ലബ്ബ് വിട്ടിരുന്നു. അതിൽ നോയും ലൂണയും ക്ലബ്ബ് തങ്ങളുടെ ചരിത്രത്തിൽ തന്നെ കണ്ടെത്തിയ താരങ്ങളിൽ ഏറ്റവും മികച്ചവരായിരുന്നു. വിദേശ താരങ്ങൾക്ക് പിന്നാലെ സ്വദേശി താരങ്ങളും ഇങ്ങനെ ടീം വിടുമ്പോൾ ക്ലബിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് ആരാധകർ. ഗോവ താരമായിരുന്ന റൗളി ബോർഗസിനെ തട്ടകത്തിലെത്തിച്ച് അപ്രതീക്ഷിത നീക്കം മാനേജ്മെന്റ് നടത്തിയതാണ് ആകെ ഒരു ആശ്വാസം. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മികച്ച അനുഭവ സമ്പത്തും കളിയിലെ അച്ചടക്കവുമുള്ള കളിക്കാരനാണ് 31-കാരനായ ബോർഗസ്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കാനും പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരുപോലെ തിളങ്ങാനുമുള്ള റൗളിന്റെ കഴിവ് ബ്ലാസ്റ്റേഴ്സ് ടീമിന് കൂടുതൽ കരുത്തു പകരും. ടീമിന്റെ മധ്യനിരയിലെ ആഴവും നിലവാരവും വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായിക്കും. ഏതായാലും വലിയ മാറ്റങ്ങളോടെയാകും ഇത്തവണ കൊമ്പന്മാർ ഇറങ്ങാൻ പോകുന്നത്. ടൂർണമെന്റിന്റെ നിലവിലെ പോക്ക് കണ്ടിട്ട് ഒരു വിദേശ താരത്തെ കൊണ്ടുവരാൻ ഏതായാലും സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളുടെ 11-മായാവും ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങുക. കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഹോം ഗ്രൗണ്ട് മാറ്റിയ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ താരങ്ങളെ ഉപയോഗിച്ച് ഇത്തവണ കന്നി കിരീടത്തിലേക്ക് എത്തുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത 11 എങ്ങനെയാകുമെന്ന് പരിശോധിക്കാം. 4-2-1-3 ഫോർമേഷനെ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഗോൾ വലക്ക് മുമ്പിൽ സച്ചിൻ സുരേഷ്, നോറ ഫെർണാണ്ടസ്, അൽ സാബിത്, അർഷ് അൻവർ ഷെയ്ഖ് എന്നിവരെല്ലാം അവസരം തേടുന്നു. അതിൽ നോറ ഫെർണാണ്ടസിന് മുൻതൂക്കമുണ്ട്. നോറ കളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പ്രതിരോധത്തിൽ കോട്ട കെട്ടാൻ 4 താരങ്ങളെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയേക്കും. വികാസ് യുംനം, ഹോർമിപ്പാം റുയിവ, നവോച്ച സിംഗ്, അമയ് റണവാഡെ എന്നിവരെ കളിപ്പിക്കാനാണ് സാധ്യത നിലനിൽക്കുന്നത്. ഇവരെല്ലാം കളിച്ച് അനുഭവ സമ്പത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പ്രതിരോധ നിലയിൽ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷകളേറെയാണ്. വികാസ് യുംനത്തിന്റെ പ്രകടനം വളരെ നിർണായകമാണ്. അമയ് റണവാഡെ റൈറ്റ് വിങ്ങിന് കരുത്തേകും. ഒഡീഷയിൽ നിന്ന് റണവാഡയെ കൊണ്ടുവന്നത് ബ്ലാസ്റ്റേഴ്സിന് കരുത്തായി മാറിയേക്കും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹൻ, റൗളി, ബോക്സ് എന്നിവർക്ക് സീറ്റ് ലഭിക്കാനാണ് സാധ്യത. ഡാനിഷിനെ ബംഗളൂരു FC-യിൽ നിന്ന് പൊന്നും വിലക്ക് ബ്ലാസ്റ്റേഴ്സ് ഒപ്പം കൂട്ടിയത് വെറുതെയാകില്ലെന്നുറപ്പ്. മലയാളി താരം വിപിൻ മോഹൻ ഇതിനോടകം കരുത്ത് തെളിയിച്ചിട്ടുള്ളതാണ്. മധ്യനിരയിൽ നിർണായക റോൾ വിപിൻ ഉണ്ടാകുമെന്ന് നിസ്സംശയം പറയാം.
അഡ്രിയാൻ ലൂണക്ക് പരിക്ക് പറ്റിയ സാഹചര്യത്തിലടക്കം പകരക്കാരനായി എത്തി കയ്യടി നേടിയിട്ടുള്ള താരമായിരുന്നു ഐമന്റെ വിടവ് പുതുതായി എത്തിയ ബോക്സിൽ നികത്താൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. മുന്നേറ്റ നിരയിലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആശങ്കകൾ. പ്രധാന വിദേശ താരങ്ങളെല്ലാം ടീം വിട്ടത് ടീമിന്റെ മുന്നേറ്റത്തെ ബാധിക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. മുഹമ്മദ് അജ്സൽ, കോറോ സിംഗ്, നിഹാൽ സുധീഷ് എന്നിവരെ മുന്നേറ്റത്തിലേക്ക് പരിഗണിക്കാനാണ് സാധ്യത. അജ്സൽ കേരള സൂപ്പർ ലീഗിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളിൽ ഒരാളാണ്. കോഴിക്കോടടക്കം കളിച്ച് അനുഭവ സമ്പത്ത് താരത്തിന് അവകാശപ്പെടാനാകും. സന്തോഷ് ട്രോഫിയിൽ കേരള ടീമിന്റെ ഭാഗമായ അജ്സൽ പഞ്ചാബിനെതിരെ ഗോൾ നേടി മിന്നും ഫോമിലാണെന്ന് തെളിയിച്ചിരുന്നു. കോറോ സിംഗ് ഏത് പൊസിഷനിലും തിളങ്ങാൻ ശേഷിയുള്ളവനാണ്. നല്ല പന്തടക്കവും വേഗവുമുള്ള കോറോയുടെ പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് നിർണായകമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ലോണിൽ പഞ്ചാബിനായി കളിച്ചിരുന്ന നിഹാൽ സുധീഷ് ഇപ്പോൾ മഞ്ഞപ്പടക്കൊപ്പമുണ്ട്. മലയാളി താരത്തിനും ഇത്തവണ ബ്ലാസ്റ്റേഴ്സ് 11-ൽ സ്ഥാനം പ്രതീക്ഷിക്കാം. ഹോം മത്സരം മലബാറിൽ നടത്തുന്നതും ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് മാനേജ്മെന്റ് ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയമാണ് ഇത്തവണ വേദിയാകുന്നത്. മലപ്പുറം മഞ്ചേരി സ്റ്റേഡിയത്തെയും ഹോം ഗ്രൗണ്ടായി പരിഗണിച്ചിരുന്നെങ്കിലും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ കോഴിക്കോടിന് തുണക്കുകയായിരുന്നു. കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരള സീസണിൽ മലപ്പുറം FC vs കോഴിക്കോട് FC മത്സരം കാണാൻ 34,000 പേർ ഗാലറിയിൽ എത്തിയിരുന്നത് ചരിത്രമായിരുന്നു. സ്റ്റേഡിയം നിറച്ചെത്തുന്ന മലബാറിലെ ഫുട്ബോൾ പ്രേമികളുടെ ആവേശം ഈ സീസണിൽ തങ്ങൾക്ക് കരുത്താകുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് കരുതുന്നത്. ബാക്കിയെല്ലാം കണ്ടറിയാം.